നമസ്കാരം. 97ാമത് ഓസ്കാർ പ്രഖ്യാപനത്തിൽ അവാർഡുകൾ വാരിക്കൂട്ടി അമേരിക്കൻ സംവിധായകൻ ഷോൺ ബേക്കറിന്റെ ചിത്രം അനോറ. മികച്ച ചിത്രം, സംവിധാനം, എഡിറ്റിംഗ്, ഒറിജിനൽ തിരക്കഥ, മികച്ച നടി എന്നിവ ഉൾപ്പെടെ 5ഓളം പുരസ്കാരങ്ങളാണ് അനോറ സ്വന്തമാക്കിയത്. മക്കി മാഡിസനാണ് മികച്ച നടി. അങ്ങനെ അനോറ വാരിക്കൂട്ടിയത് 5 ഓസ്കാർ അവാർഡുകളാണ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്, ഈ അരമണിക്കൂർ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അനോറയെക്കുറിച്ചാണ്. അർജുൻ, നമസ്കാരം. നമസ്കാരം. അർജുൻ, നമ്മൾ പറയാൻ പോകുന്നത് അനോറയെക്കുറിച്ചാണ്. വളരെ സന്തോഷമുണ്ട്. അനോറ 5 അവാർഡുകൾ വാരിക്കൂട്ടി എന്ന് പറയുമ്പോൾ അതും മികച്ച നടിയടക്കമാണ് അനോറ സ്വന്തമാക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് അർജുൻ അനോറയെ നോക്കിക്കാണുന്നത്? ആദ്യം അനോറ കണ്ട ഒരു അനുഭവത്തെ പറ്റി പറഞ്ഞു തുടങ്ങാം. IFFKയുടെ വേദിയിലാണ് അനോറ കാണുന്നത്. ഒരു വലിയ കാണികളുടെ ഇടയിലിരുന്നാണ്. യാതൊരു മുൻവിധികളും ഇല്ലാതെയാണ് അനോറ കാണാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോ ഒരു റോം കോം എന്നൊരു ഐഡിയ മാത്രം ഉണ്ടായിരിക്കും. അത് കാണുമ്പോൾ അതിന് പല ലെയറുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ഒരു ഭാഗം മുതൽ അത് സംസാരിച്ചു തുടങ്ങുന്നത് വളരെ ശക്തമായ ഒരു പൊളിറ്റിക്സ് ആണ് എന്ന് നമുക്ക് ബോധ്യമാവുകയും ചെയ്യുന്ന ഒരു മൊമെന്റ് ഉണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ അവാർഡ് ലഭിക്കുമ്പോഴും അനോറയോടൊപ്പം മത്സരിച്ച പല ചിത്രങ്ങളും അതുപോലെ തന്നെ മികവുറ്റവ തന്നെയായിരുന്നു. ദ സബ്സ്റ്റൻസ് ആണെങ്കിലും കോൺക്ലേവ് ആണെങ്കിലും ഒക്കെ തന്നെ, ഗേൾ വിത്ത് ദ നീഡിലാണെങ്കിൽ പോലും അതിൽ പലതിനും ഒന്നും അധികം അവാർഡുകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. എല്ലാം മികച്ച ചിത്രങ്ങൾ തന്നെയായിരുന്നു. അനോറയുടെ അനുഭവം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിരുന്നു. ഒരു നവീനമായ, ഒരു മോഡേൺ ആയ ഒരു ചലച്ചിത്രം. പലപ്പോഴും ഈ ചലച്ചിത്ര മേളകൾക്ക് പങ്കെടുക്കുമ്പോൾ നമ്മൾ കാണുന്ന വളരെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ചിത്രങ്ങളാണ്, വളരെ പതിഞ്ഞ താളത്തിൽ പോകുന്ന ചിത്രങ്ങളാണ്. അതിൽ നിന്നൊക്കെ വിപരീതമായി വളരെ 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 പെട്ടെന്ന് പോകുന്ന ഒരു എഡിറ്റിംഗ് പാറ്റേണും അതിനും അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഒറിജിനൽ സ്ക്രീൻ പ്ലേക്ക് ഇത്തവണ ഓസ്കാർ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ വേഗത്തിൽ പോകുന്ന, നമുക്ക് കണ്ടിരിക്കാൻ യാതൊരു തരത്തിലും ഒരു മുഷിപ്പില്ലാതെ കണ്ടിരിക്കാൻ പറ്റിയ 2 ചെറുപ്പക്കാരുടെ ഒരു പ്രണയകഥ എന്നുള്ള രീതിയിലാണ് അനോറ ഞാൻ ആസ്വദിച്ചത്. പക്ഷെ അതിന്റെ അവസാന രംഗങ്ങളിലേക്ക് എത്തുമ്പോൾ വളരെ ഹൃദയഹാരിയായ, ഇമോഷണലായ ഒരു അവസ്ഥ കൂടി, ഒരു കഥാപാത്രത്തിലേക്ക് നമ്മളെ കണക്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് കൂടി ഈ അനോറ എന്ന ചിത്രം. അർജുൻ, ബേക്കറിൻ്റെ ഒരു സിനിമകളെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും ആളുകൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഈ ലൈംഗിക തൊഴിലാളികളെ പ്രധാന കഥാപാത്രമാക്കിയുള്ള ചിത്രങ്ങളെക്കുറിച്ച്. അപ്പോൾ ബേക്കർ തന്നെ ഇതിന് പറയുന്ന ഒരു കാര്യമാണ്, അതായത് അവരെക്കുറിച്ച്, അവരുടെ ശബ്ദമായിട്ട്, അവർക്കും കുറേ പ്രശ്നങ്ങളുണ്ട്, അവരെ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അവരാരാണ് എന്ന് സമൂഹത്തെ അറിയിക്കാൻ വേണ്ടിയാണെന്ന്. അതിൽ ഏറ്റവും മികച്ച നിൽക്കുന്ന ചിത്രം തന്നെയാണ് അനോറ. അനോറയിലൂടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഒരു കൊമേഴ്ഷ്യൽ ചിത്രത്തിന് വേണ്ടുന്ന എല്ലാ പൊടിപ്പും തൊങ്ങലും ഉണ്ട്, പക്ഷെ പിന്നീട് ആ ചിത്രം പറഞ്ഞു വെക്കുന്ന ആ ഒരു രാഷ്ട്രീയം അത് വളരെ മികച്ചതായിരുന്നു. അതെ, ഈ അവാർഡ് ലഭിച്ചിട്ട് മൈക്കി മാഡിസണും ഈ അവാർഡ് സമർപ്പിക്കുന്നത് ലൈംഗിക തൊഴിലാളികൾക്ക് വേണ്ടി തന്നെയാണ്. അവരുടെ പ്രവർത്തനങ്ങൾ വളരെ അവജ്ഞയോടുകൂടിയാണ് ഇന്നത്തെ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി ആയിട്ടുള്ള ഇന്ത്യയും ഏറ്റവും മികച്ച ഉദാഹരണങ്ങളാണ്. ഗംഗൂഭായ് എന്നുള്ളൊരു ചിത്രം ഇവിടെ വരുന്നുണ്ട് എങ്കിൽ പോലും അത് നമുക്ക് ലൈംഗിക തൊഴിലാളികളോടുള്ള നമ്മുടെ സമീപനത്തിൽ വലിയ മാറ്റമൊന്നും കൊണ്ടുവന്നിട്ടില്ല. എന്നാൽ ലൈംഗിക തൊഴിലാളികളെ പറ്റിയുള്ളൊരു നമ്മുടെ ഒരു വിചാരം, അതിനെ വലിയ രീതിയിൽ മാറ്റിമറിക്കാൻ ഈ ഒരു അനോറയ്ക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് അവരുടെ ജീവിതത്തിന് മുകളിലുള്ള നിയന്ത്രണം ഉണ്ടായിരിക്കെ തന്നെ, എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ, അവർ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആളുകൾ, അവർ തങ്ങളെല്ലാം സമർപ്പിക്കുന്ന ആളുകൾ പോലും തങ്ങളെ ഏറ്റവും ഒടുവിൽ വെറും ഒരു ലൈംഗിക തൊഴിലാളി എന്ന ഐഡന്റിറ്റിയിലേക്ക് മാത്രം കാണുകയും വലിച്ചെറിയപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് അനോറ കാട്ടിത്തരുന്ന ഒരു യാഥാർത്ഥ്യം. അർജുൻ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ, അതായത് അനോറ എന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആനി എന്ന ആ കുട്ടി അല്ലെങ്കിൽ ആ സ്ത്രീ അവരുടെ ഒരു ലൈംഗിക തൊഴിലാളിയാണ്. പിന്നീട് അവരുടെ സ്വാർത്ഥതയ്ക്കോ അല്ലെങ്കിൽ നല്ല ഒരു പണക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രഭു കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു പയ്യനെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മളെല്ലാം വിചാരിക്കുന്നത് പണത്തിന് വേണ്ടിയാണ് മുതലായ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നീട് അങ്ങനത്തെ അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ, പിന്നെ ഒരു കല്യാണത്തിലേക്ക് കടക്കുന്നു, ഒടുവിൽ അതൊരു ഡിവോഴ്സിലേക്കൊക്കെ എത്തുമ്പോഴുള്ള ആ ആനി എന്നുള്ള ഒരു വ്യക്തിയുടെ ഒരു മാറ്റം, അല്ലെങ്കിൽ അവൾ പൈസ അല്ലെങ്കിൽ പണം എന്നതിൽ ഉള്ള ആ ഒരു ഫാക്ടറിന് അപ്പുറമായിട്ട് അയാളെ സ്നേഹിക്കുന്നുണ്ട്, അയാളുമായിട്ടുള്ള ഒരു ബന്ധം, അതൊക്കെ വളരെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു അനോറ കാഴ്ചവെച്ചിരിക്കുന്നത്. അതെ, അവർക്കൊരു രക്ഷപ്പെടലായിരുന്നു ഏറ്റവും വലുതായിട്ട്. അവരുടെ ആ ഒരു സാഹചര്യത്തിൽ നിന്നുള്ള ഒരു രക്ഷപ്പെടലായിരുന്നു വാന്യ എന്ന കഥാപാത്രത്തിലൂടെ. അവിടെ പണത്തെക്കാൾ ഉപരി ഒരു പോയിന്റ് വരെ അവർക്ക് ചിലപ്പോൾ പണമായിരുന്നിരിക്കാം. ആദ്യം അവർ സുഹൃത്തിനോട് പങ്കുവെക്കുന്ന, ഈ അനുഭവത്തെ കുറിച്ച് പങ്കുവെക്കുന്ന സമയങ്ങളിലും അവിടെ കൂടുതൽ പങ്കുവെക്കുന്നത് ഈ ഒരു പ്രണയം അല്ലെങ്കിൽ അതോടൊപ്പം ചേർന്ന ഒരു പൈസ എന്നുള്ള ഒരു ഫാക്ടർ കൂടി. പക്ഷെ പിന്നീട് ഒരു പോയിന്റ് മുതൽ അവർ ഭർത്താവ് എന്ന നിലയ്ക്ക് കാണാൻ തുടങ്ങുകയും ഒരു രീതിയിലും അകറ്റാൻ സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്യുന്ന ആ മൊമെന്റ് മുതൽ, പക്ഷേ ആ ഒരു മൊമെന്റ് മുതൽ തന്നെയാണ് ഈ ഒരു ചിത്രം ഒരു പ്രണയ ചിത്രത്തിൽ നിന്നൊരു വളരെ കോമഡി
ഒരു ഒരു അവസ്ഥാന്തരത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ അനോറ എന്ന കഥാപാത്രത്തിന്റെ വ്യാകുലതകൾക്കപ്പുറം, അവരുടെ പ്രയാസങ്ങൾക്കപ്പുറം ചുറ്റുമുണ്ടായിരുന്ന കഥാപാത്രങ്ങളുടെ തമാശകളിലൂടെയാണ് പിന്നീട് പോയത്. എന്നാൽ പിന്നീട് ഏറ്റവും ഒടുവിലാണ് ആ ഒരു കഥാപാത്രത്തിന്റെ വിഷമത്തിലേക്ക് നമ്മൾ വരുന്നത്. ശരിക്കും ഒറ്റപ്പെടലിന്റെ അല്ലെങ്കിൽ ആരാലും സ്നേഹിക്കപ്പെടാനില്ലാത്തതിന്റെ ഒരു അവസ്ഥയിലേക്ക് ആ ഒരു കഥാപാത്രം വരികയാണ്. അതായത് തങ്ങളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഇത് മാത്രമാണ് എന്ന് ആ കഥാപാത്രം മനസ്സിലാക്കുന്നിടത്താണ് ആ കഥാപാത്രം മറ്റു കഥാപാത്രത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നത്. അവിടെ മറ്റൊരു പ്രണയ ഒരു 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 അനുഭവം കൂടി നമ്മൾ ഉണ്ടാകുന്നുണ്ട്. ആ ഒരു ഒപ്പമുണ്ടായിരുന്ന കഥാപാത്രത്തിന്റെ ഒരു ഈ അനോറയോട് തോന്നുന്ന ഒരു അഭിനിവേശം, അദ്ദേഹത്തിന്റെ ഒരു പ്രണയാതരമായിട്ടുള്ള ഒരു വശം കൂടി നമ്മൾ ഇതിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും അനോറ അതിനോട് പ്രതികരിക്കുന്നത് ഏറ്റവും ഒടുവിൽ മാത്രം. അർജുൻ, ഞാനും കണ്ടത് IFFK വേദിയിൽ വെച്ചായിരുന്നു ആ ഒരു രംഗമുണ്ടല്ലോ. അതായത് ഈ സഹതാരം സോറി പറയണം, അനോറയോട് നീ സോറി പറയണം എന്ന് പറയുന്ന ആ രംഗം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്ന ഒരു രീതിയായിരുന്നു. നമുക്കെല്ലാം ഒരു സന്തോഷമോ എന്തോ ഒരു സംതൃപ്തിയൊക്കെ നൽകുന്ന ഒരു രംഗമായിരുന്നു അത്. നിങ്ങൾ സോറി പറയണം എന്നുള്ളൊരു കാര്യം, പണമൊന്നും അല്ല വേണ്ടേ എന്നുള്ള രംഗം. ആ രംഗത്തെ എങ്ങനെയാണ് അർജുൻ ഇപ്പോൾ ഓർക്കുന്നത്? കാരണം അത്ര നേരം വരെ നമ്മളെല്ലാവരും പ്രതികരിച്ചിരുന്ന അല്ലെ പ്രതീക്ഷിച്ചിരുന്നത് ഈ വാന്യ എന്ന കഥാപാത്രത്തിന് ഉണ്ടായിരുന്നതും പ്രണയമാണെന്നുള്ള ഒരു ധാരണ തന്നെ ആയിരിക്കുമല്ലോ. ബാക്കിയുള്ളവരെല്ലാം പറയുന്നത് തെറ്റാണ് എന്നും വാന്യ മാത്രമാണ് ശരിയെന്നും വിചാരിച്ചുകൊണ്ടാണ് ഈ ആനി എന്ന കഥാപാത്രത്തോടൊപ്പം തന്നെ കാഴ്ചക്കാർ മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ ആ ഒരു പോയിന്റിലാണ് നമുക്ക് മനസ്സിലാകുന്നത് വാന്യ എന്ന കഥാപാത്രം അത്തരത്തിലുള്ള നമ്മളുടെ ചിന്തകൾക്കും അപ്പുറം അവളെ ഉപയോഗിക്കുകയായിരുന്നു. വെറും അവന്റെ ഒരു മറ്റൊരു കളിപ്പാട്ടം മാത്രമായിരുന്നു അനോറ എന്ന് കാഴ്ചക്കാർക്ക് മനസ്സിലാവുന്നത് ആ ഒരു പോയിന്റിലാണ്. അപ്പോൾ അവിടെ ഒരു പ്രതികരണം ഉണ്ടാകുമ്പോൾ ആ രോഷം അവിടുത്തെ കാഴ്ചക്കാരെല്ലാവരും പങ്കുവെക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ വലിയ ഹർഷാരവങ്ങൾ ഉണ്ടാകുന്നത്, ആ ഒരു സന്തോഷം അവിടെ പങ്കുവെക്കപ്പെടുന്നത്. അതെ, വളരെ പക്വതയോടെയായിരുന്നു ആ ഒരു കഥാപാത്രം അവളെ മനസ്സിലാക്കുന്ന ഒരു രംഗം തന്നെയായിരുന്നു കൃത്യമായിട്ട് മനസ്സിലാകുന്നത്. പക്ഷേ മന്യയ്ക്ക് സാധിക്കാതെ പോയതും അത് തന്നെയാണ്. നമുക്കറിയാം മന്യയുടെ പ്രായം വളരെ ചെറുതാണ്. അത് പിന്നീട് കഥാപാത്രത്തിൽ പറയുന്നുണ്ട്, പ്രായം കുറവുള്ളൊരു ഒരു വിദ്യാർത്ഥി എന്നൊക്കെ പറയാം. പക്ഷേ ആ കുട്ടിത്തം വിട്ടുമാറാത്തത് തന്നെയാണ്. ഫോണിലൂടെയും അതുപോലെ ഒരുപാട് ഗെയിംസ് കളിക്കുന്നതും നമുക്ക് പലരെയും കാണാൻ പറ്റുന്ന ഒരു ശരിക്കും ഒരു പ്രഭു കുടുംബത്തിലെ ഒരു മുടിയനായ പുത്രൻ എന്നുള്ള ഒരു ഇമേജ് തന്നെയാണ് വന്യയ്ക്കുണ്ടായത്. വന്യ അങ്ങനെ ഒരു ശരിക്കും അർജുൻ പറയുന്നതിനോട് ഞാൻ കൃത്യമായി യോജിക്കുന്നുണ്ട്. ഒരു കളിപ്പാട്ടം തന്നെയായിരുന്നു ആനി, അല്ലെങ്കിൽ അവളുടെ വികാരങ്ങളിലും അവളുടെ ആ സ്നേഹവും ഒക്കെ അവന് വെറും കളിപ്പാട്ടം മാത്രമായിരുന്നു. പല രംഗത്തിലും ആനി ഇങ്ങനെ വിഷമത്തോടെ ഇങ്ങനെ പറയുന്നുണ്ട്, എന്നെ ഒന്ന് മനസ്സിലാക്കുക, എന്നോടൊന്ന് നോക്ക് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് അവളുടെ ഇമോഷൻ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അവൻ ഇതൊന്നും മനസ്സിലാവുന്നില്ല. അവൻ വേറൊരു ലോകത്ത് തന്നെയായിരുന്നു. ഈ മദ്യവും മയക്കുമരുന്നും എല്ലാം അതിനകത്ത് കാണിക്കുന്നുമുണ്ട്. നമ്മുടെ ചർച്ചകളിലൊക്കെ വരുന്ന ഒരു എലീറ്റ് കുട്ടിയുടെ ഏറ്റവും മികച്ച ഉദാഹരണമായിട്ട് നമുക്ക് വാന്യയെ കാണാം. ലഹരിയാണെങ്കിലും പണമാണെങ്കിലും അല്ലെങ്കിൽ സുഖ സൗകര്യങ്ങളാണെങ്കിലും ആവശ്യത്തിലധികം ഉണ്ടായിരിക്കുക, നിയന്ത്രിക്കാൻ ആരും ഇല്ലാതിരിക്കുക എന്നൊക്കെയുള്ള ഒരു അവസ്ഥയിൽ ചെന്നെത്തുന്ന ഒരു അനാർക്കിയുടെ അവസ്ഥ. അവിടെ അദ്ദേഹത്തിന്റെ പേരൻസിൽ നിന്ന് ഒരുപക്ഷെ ലഭിക്കാത്തതായിട്ടുള്ള അടുപ്പവും സ്നേഹവും ഒന്നും മറ്റാരുമായും പങ്കുവെക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടായിരിക്കില്ല. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ പേരൻസിന് അദ്ദേഹവുമായിട്ടുണ്ടായിരിക്കും ഒരു പണത്തിന്റെ ബന്ധം മാത്രമായിരിക്കും. അതേ ബന്ധം മാത്രമാണ് അദ്ദേഹം ബാക്കിയുള്ളവർക്കും കൽപ്പിച്ചു കൊടുക്കുന്നത്. അതേ പണം കൊടുത്തു തന്നെയാണ് ആനിയുടെ ബന്ധവും അദ്ദേഹം വിലയ്ക്ക് വാങ്ങുന്നത്. പക്ഷെ ആനി അങ്ങനെയല്ല. അപ്പൊ ഇവിടെ ഒരു ക്ലാസ് സ്ട്രഗിൾ കൂടി, ഒരു ജെൻഡർ സ്റ്റഡിയുടെ ഒപ്പം തന്നെ ഒരു ക്ലാസ് ഡിഫറൻസ് കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം തന്റെ തൊഴിൽ മാർഗം മൊത്തത്തിൽ ഉപേക്ഷിച്ചുകൊണ്ട്, തന്റെ വരുമാന മാർഗം ഉപേക്ഷിച്ചുകൊണ്ട് വാന്യയോടൊപ്പം പോകാൻ തയ്യാറാകുന്ന ആനിയും, എന്നാൽ വില കൊടുത്ത് മാത്രം ബന്ധങ്ങളെ വാങ്ങിക്കുന്ന ആനിയും പിന്നെ വില കൊടുത്ത് മാത്രം ബന്ധങ്ങളെ വാങ്ങിക്കുന്ന വാന്യയും തമ്മിലുള്ള ഒരു മിക്സപ്പ് ആണ്. അത് രണ്ട് ധ്രുവങ്ങളിലുള്ള രണ്ടുപേരുടെ ഒരുമിച്ചുള്ള ഒരു കടന്നുവരവ് കൂടിയായിട്ട് ഈ ചിത്രത്തെ നമുക്ക് വായിക്കാൻ സാധിക്കും. ശരിയാണ് അർജുൻ പറഞ്ഞ ആ ഒരു പോയിന്റ്. അതായത് ക്ലാസ് ഡിഫറൻസും കൂടി ഇതിനകത്ത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. എൻ്റെ മകനെ സംരക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ അമ്മ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ കുടുംബത്തെ ഒട്ടും യോജിക്കാത്ത അല്ലെങ്കിൽ ഒരു ലേറ്റ് ആയിട്ടുള്ള അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അവരെ വേണേൽ അക്സെപ്റ്റ് ചെയ്യാം മകൻ്റെ പ്രണയം. പക്ഷേ അവൾ ആരാണ്, അല്ലെങ്കിൽ അവളുടെ ബാക്ക്ഗ്രൗണ്ട് ആരാണ്, എന്താണെന്ന് അറിയുമ്പോഴാണ് ആ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. ആനി വളരെ നിഷ്കളങ്കമായിട്ട് അമ്മേ എന്നൊക്കെ വിളിച്ചിട്ട് അവരെ എടുത്ത് ചെല്ലുമ്പോഴും വെറും അവജ്ഞയോടെ തന്നെ അവൾ ആ ജോലി ഉപേക്ഷിച്ചിട്ടാണ് അവൻ്റെ ഒപ്പം ജീവിക്കുന്നത്. ആ കല്യാണം അല്ലെങ്കിൽ ആ മാരേജ് കഴിഞ്ഞ് പിന്നെ അവൾ അവൻ്റെതായി മാത്രമായി ആ ജോലിക്ക് മുൻപ് എന്തായിരുന്നു അവൾ അങ്ങനെ ഒരു രീതിയിലേക്കേ അല്ല. പക്ഷെ ഇതൊന്നും അവിടെ കാണുന്നില്ല. മറിച്ച് ആ ഒരു അവരുടെ ഡിഫറൻസിയേഷൻ, അല്ലെങ്കിൽ അവൾ മുമ്പ് എന്തായിരുന്നു ജോലി ചെയ്തിരുന്നത് അതിൽ മാത്രം അവളെ ജഡ്ജ് ചെയ്യുന്ന ഒരു സമൂഹം, അത് തന്നെയല്ലായിരുന്നു വന്യയുടെ മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് മനസ്സിലായത്.
തീർച്ചയായിട്ടും. എന്നാൽ മാതാപിതാക്കൾ തമ്മിലും ഒരു ചർച്ചയില്ല. ഇതേ ആനി തന്നെ അവസാനം മാതാവിനെതിരെ പ്രതികരിക്കുന്ന സമയത്ത് പിതാവ് തന്നെ അതിനെ കൈയടിച്ച് ചിരിക്കുന്നതായിട്ട് അതെ ഒരു രംഗം നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പോ ആനിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുന്ന ഒരു പ്രേക്ഷകരായതുകൊണ്ടാണ് നമുക്ക് ആനിയുടെ അവസ്ഥയെ ഓർത്ത് സാധിപ്പിക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഇത് വാന്യയുടെ ജീവിതത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു ക്യാമറ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ് ട്രോമ എന്നൊക്കെയുള്ള നിലയ്ക്ക് ആ മാതാപിതാക്കളുടെ ഒരു സ്ട്രെയിൻഡ് മാരിറ്റൽ റിലേഷൻഷിപ്പിലൂടെ കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് ലെൻസ് പോയിരുന്നുവെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആനിയോട് ഇത്രയധികം സഹതാപം തോന്നുമായിരുന്നില്ല. അപ്പം ഷോൺ ബേക്കർ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ ഒരു ക്യാരക്ടറിലൂടെയാണ് പോയത്, അല്ലാതെ അതിനിടയിൽ വാന്യയുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാനോ വാന്യ എന്താണ് അനുഭവിച്ചതെന്നോ അതിനെല്ലാം ഒരു തമാശ രൂപേണ വാന്യയുടെ പ്രതികരണങ്ങളിലൂടെ മാത്രം പറഞ്ഞു വെക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. കൂടുതലും എങ്ങനെയാണോ അതായിരുന്നു വാനിയയിലൂടെ കാണിച്ചു തന്നിരുന്നത് അവന്റെ ഒരു ആ ഒരു 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 കുട്ടിയാണ് വാനി എന്ന് പറയുന്നത്. ഒരു കുട്ടിയാണ്. എത്രത്തോളം അദ്ദേഹത്തിന് സ്നേഹം ലഭിച്ചിട്ടുണ്ട് ഇല്ല എന്നുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷെ അദ്ദേഹം ഇപ്പോഴും ഒരു കുട്ടിയാണ്. ഒരു കുട്ടിത്തത്തോടു കൂടിയല്ല, മീൻസ് എല്ലാത്തിനെയും ആ ഒരു രീതിയിൽ ഒരു കളിപ്പാട്ടം വലിച്ചെറിയുന്ന ലാഹത്തോടെ അദ്ദേഹം ബന്ധങ്ങളെ വലിച്ചെറിയുന്നു എന്നതാണ് നമ്മൾ ഈ ചലച്ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എനിക്ക് ഇത് പറയുമ്പോഴാണ് പാരസൈറ്റ് എന്ന് പറഞ്ഞൊരു ചലച്ചിത്രം മുൻപ് ഓസ്കാർ നേടിയ, അതുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ അതിൽ ഒരു വളരെ ഒരു ഹോണ്ടിങ് ആയിട്ടുള്ള ഒരു സീനുണ്ട്. അതായത് വസ്ത്രങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരു എലൈറ്റ് ക്ലാസ് വസ്ത്രങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അല്ലാത്ത ഇടത്തുനിന്ന് വസ്ത്രങ്ങൾ സെലക്ട് ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു രംഗം അതൊക്കെ ഏകദേശം ഈ സിനിമയിലും റിഫ്ലക്ട് ചെയ്യുന്ന ഒരു തോന്നുന്നു. അതും പാരസൈറ്റ് പറഞ്ഞു വെക്കുന്നതും ഇതേ ക്ലാസ് സ്ട്രഗിൾ തന്നെയാണല്ലോ. ഒരേ മഴ ഒരേ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് രണ്ട് വിഭാഗക്കാർക്ക് രണ്ട് രീതിയിൽ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. അത് ഉയർന്ന വിഭാഗക്കാർക്ക് മഴയെന്ന് പറയുന്നത് വളരെ ആസ്വദിക്കാനുള്ള ഒരു കാഴ്ച മാത്രമാകുമ്പോൾ അത് ക്ലാസ്സിൽ താഴെയുള്ള ആളുകൾക്ക് അതെന്ന് പറഞ്ഞാൽ സർവൈവ് ചെയ്യപ്പെടേണ്ട ഒരു ചാലഞ്ചായിട്ട് മുന്നിൽ വരികയാണ്. അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ അനോറയിലും കടന്നു വരുന്നത്. അനോറയ്ക്ക് ഇതൊരു ജീവിത പോരാട്ടമാണ്. തനിക്ക് കിട്ടിയ പങ്കാളി എന്നതിനപ്പുറം തനിക്ക് പ്രണയിക്കാൻ ഒരാൾ, തനിക്ക് വികാരങ്ങൾ പങ്കുവെക്കാൻ ഒരാൾ എന്നുള്ളൊരു നിലയ്ക്കാണ് അനോറ അതിനെ കാണുന്നത്. എന്നാൽ വാന്യയ്ക്ക് അത് വെറും ആസ്വദിക്കേണ്ട ഒരു കാഴ്ച മാത്രമായിരുന്നു. അത് തന്നെയാണ് പാരസൈറ്റിലെ അതേ ആസ്വദിക്കുന്ന മഴ പോലെയാണ് ഇവിടെ ഈ ഒരു ബന്ധങ്ങളെ ഷോൺ ബേക്കർ കാണിച്ചു തരുന്നത്. ഈ അനോറ എന്ന മൂവിയിൽ തമാശകൾ വളരെ മനോഹരമായ രീതിയിൽ ബ്ലെൻഡായി പോകുന്നുണ്ട്. നമുക്കറിയാം അവസാനം ഈ വനി തപ്പിപ്പോകുന്ന ഒരു രംഗങ്ങൾ, അത് വളരെ ചിരി പടർത്തുന്ന രംഗങ്ങൾ തന്നെയായിരുന്നു. വളരെ അത് എല്ലാം കൂടി ഒരു പാക്കായിട്ടുള്ള ഒരു ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു അനോറ. വളരെ അനായാസമായിരുന്നു ആ തമാശകളൊക്കെ അങ്ങ് കറക്റ്റ് കൊള്ളേണ്ട അടുത്തൊക്കെ കൊണ്ട് കൃത്യമായിട്ടായിരുന്നു എത്തിയിരുന്നത്. അതെ, സിറ്റുവേഷണൽ കോമഡികളാണ് കൂടുതലായും ഉണ്ടായിരുന്നത്, അല്ലാതെ അതിനു വേണ്ടിയിട്ട് നിർമ്മിച്ചതായിരുന്നില്ല. അനോറയെ ആദ്യം ഈ പള്ളിയിൽ നിന്ന് തുടങ്ങുന്ന, അദ്ദേഹത്തെ അന്വേഷിച്ചു വരുന്ന പള്ളിയിലെ പുരോഹിതനിൽ നിന്ന് തുടങ്ങി ആ ഒരു വീട്ടിലേക്ക് കടന്നെത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന രംഗങ്ങളും പിന്നീട് അങ്ങോട്ട് ഒട്ടുക്ക് രംഗങ്ങളും ഈ ഒരു തമാശയിലൂടെ ബ്ലെൻഡ് ചെയ്താണ് പറയുന്നത്. സത്യത്തിൽ അനോറയുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനോറയുടെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ തികച്ചും വളരെ ദാരുണമായ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് അനോറ. ഇത്രയും നാളും തന്റെ ഒപ്പം ഉണ്ടായിരുന്ന വ്യക്തി തന്നെ ഉപേക്ഷിച്ച് ഓടിപ്പോയിരിക്കുകയാണ്. പക്ഷെ ആ ഒരു വികാരം നമ്മുടെ കാഴ്ചക്കാരിലേക്ക് എത്താതെ ചുറ്റുമുണ്ടായിരുന്ന കഥാപാത്രങ്ങൾ വളരെ ഹാസ്യത്തിന്റെ വേമ്പൊടിയോടുകൂടിയാണ് പിന്നീട് കഥയെ കൊണ്ടുപോകുന്നത്. ആ അന്വേഷണം എന്ന് പറയുന്നത് സിനിമയിൽ വളരെ നിർണായകമാണോ എന്ന് ചോദിച്ചാൽ അനോറയെ സംബന്ധിച്ചിടത്തോളം ആ നഷ്ടപ്രണയം തിരിച്ചു കിട്ടുക എന്നുള്ളൊരു രീതിയിലേക്കാണ്. മാതാപിതാക്കളുടെ കടന്നുവരവൊക്കെ എങ്ങനെ കഥാപാത്രങ്ങളെ ബാധിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ ഇതിപ്പോ യാഥാർത്ഥ്യത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്നത് കൊണ്ടാണ്. കുറച്ചുകൂടി യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുകയായിരുന്നെങ്കിൽ ഇത്രയും തമാശ ആ ഒരു രംഗത്തിനുണ്ടാകുമെന്ന് തോന്നുന്നില്ല. സാധാരണഗതിയിൽ സംവിധായകരെ എഡിറ്റർ ആകുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് തങ്ങളുടെ ചലച്ചിത്രത്തിന്റെ പല ഭാഗങ്ങളും കട്ട് ചെയ്ത് കളയുന്നതിനോട് അത്ര താല്പര്യം വരാറില്ല. അപ്പൊ എഡിറ്റർ എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഡയറക്ടർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ശരിക്കും ഒരു സിനിമ ഉണ്ടാകുന്നത് എഡിറ്റിംഗ് ടേബിളിലാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിൽ അനാവശ്യമായ സീനുകൾ, ആവശ്യമില്ലാത്തത് കണ്ടെത്തി മനസ്സിലാക്കി അതിനെ ഇല്ലാതെയാക്കാൻ എഡിറ്റർക്കാണ് സാധിക്കുന്നത്. ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ അടുത്ത് മാർക്കോയിലെ ഒരു ഡിലീറ്റഡ് സീൻ യൂട്യൂബിൽ വരികയും അവിടെ എഡിറ്റർ വളരെയധികം പ്രകീർത്തിക്കപ്പെടുകയും ചെയ്യുന്നു. കാരണം ആ സിനിമയോട് തീർത്തും യോജിക്കാത്തൊരു രംഗമായതുകൊണ്ട് തന്നെ യാതൊരു ദാക്ഷിണ്യവും തോന്നാതെ ആ ഒരു രംഗം മുറിച്ചു കളയാൻ അവിടെ എഡിറ്ററിന് സാധിക്കുന്നുണ്ട്. പലപ്പോഴും ഇത് സംവിധായകർ തന്നെ എഡിറ്റർ ആകുമ്പോൾ ഇത് സാധിക്കാറില്ല. എന്നാൽ ഈ അനോറയിലേക്ക് വരുമ്പോൾ
രംഗങ്ങളെല്ലാം സീംലെസ് ആയിരുന്നു. ഒരു രംഗത്തിൽ നിന്ന് അടുത്ത രംഗത്തിലേക്ക് പോകുമ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്, എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ അത് നമ്മൾ കാഴ്ചക്കാർക്ക് തോന്നുന്നില്ല. വളരെ വളരെ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ഒരു യാത്രയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അനോറയോട് ഇമോഷണലി കണക്ട് ആവാൻ പറ്റുന്നത്. ഇത്രയും തമാശകൾക്കിടയിലും അനോറ എന്ന കഥാപാത്രവുമായിട്ട് നമ്മൾ ആ ഒരു കഥാപാത്രത്തിലൂടെ നമ്മൾ പോവുകയും മറ്റ് കഥാപാത്രങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യുന്നതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു എഡിറ്റിംഗ് പാറ്റേൺ കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അനോറയെ പിന്തുടർന്നുകൊണ്ടാണ് ആ ഒരു എഡിറ്റിംഗ് പോകുന്നത്. മറ്റ് സബ്പ്ലോട്ടുകളിലേക്കൊന്നും പോകാതെ മറ്റ് ഫോക്കസ് വേറെ എങ്ങോട്ടും ഷിഫ്റ്റ് ആകാതെ ഉള്ളൊരു യാത്രയാണ്. അല്ലാതെ വാന്യ അവിടെ നിന്ന് അപ്രത്യക്ഷമാകുമ്പോൾ ആ ഒരു ലെൻസ് വാന്യയിലേക്ക് തിരിച്ചു വെക്കപ്പെടുന്ന ഒരു അവസ്ഥ നമുക്ക് അവിടെ ഉണ്ടാകുന്നില്ല. അപ്പൊ അത് എഡിറ്റിംഗ് വളരെ മഹത്തരമാണ്. അതുകൊണ്ട് തന്നെയാണ് ഓസ്കാർ എഡിറ്റിങ്ങിനും ലഭിച്ചിട്ടുണ്ട് എന്ന് എന്നാണ് ഞാൻ കരുതുന്നത്. ഓസ്കാർ എഡിറ്റിങ്ങിനും ഒറിജിനൽ സ്ക്രീൻ പ്ലേക്കും കൂടി ലഭിച്ചിട്ടുണ്ട്. അതെ, മികച്ച നടിയും ചിത്രത്തിലെ മെഡിസിൻ ആണ്. വളരെ, അതായത് ഒരു ടൈറ്റിൽ കഥാപാത്രമാണ്. അപ്പോൾ ഉണ്ടായിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി വളരെ കൂടുതലാണ്. മെഡിസിൻ്റെ ഈ അടുത്തൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ പല കാര്യങ്ങളും പഠിച്ചത്, അല്ലെങ്കിൽ ഈ ചിത്രത്തിൽ ഒരു ലൈംഗിക തൊഴിലാളിയായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അവരിൽ നിന്നാണ് പല കാര്യങ്ങളും ഞാൻ പഠിച്ചത്, അവരുടെ ഒപ്പം നിന്ന് അവരുടെ ആ ശൈലിയും രീതിയും എല്ലാം അവിടെ നിന്നാണ് പഠിച്ചതെന്ന് പറയുന്നുണ്ട്. നടിയുടെ അല്ലെങ്കിൽ മെഡിസിൻ്റെ ആണ് ആ സിനിമയുടെ നട്ടൽ തന്നെ ആ നടിയാണ്. നടിയുടെ അഭിനയവും അവരുടെ എല്ലാം നമുക്ക് പ്രേക്ഷകരിലേക്ക് ഡയറക്റ്റ് ഇങ്ങനെ അമ്പ് ചെയ്ത പോലെ കൊള്ളുന്ന ഒരു അഭിനയമായിരുന്നു. അതെ, ഇന്റൻസ് ഇമോഷൻസിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാ തരത്തിലുള്ള ഇമോഷൻസും ഇന്റൻസ് ഇമോഷനായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ആദ്യം ഉണ്ടായിരിക്കുന്ന റൊമാൻറ്റിക് അല്ലെങ്കിൽ സെക്ഷുവൽ, ഫിസിക്കൽ ആയിട്ടുള്ള ഇമോഷനിൽ തുടങ്ങി വൈകാരികമായിട്ടുള്ള ഇമോഷനിലൂടെ കടന്നുപോയി ഹാസ്യം, തമാശ, കോമിക്കൽ ഇമോഷൻസ് വരുന്നു. ഏറ്റവും ഒടുവിൽ വീണ്ടും ഇമോഷണലായി മാറുന്ന ഒരു കഥാപാത്രത്തെ ഷോൾഡർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര നിസ്സാരമല്ല. ഒരു ചെറിയ പാളിച്ച വന്നു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരിടത്ത് ഒരു മീറ്റർ ഒരൽപ്പം മാറിക്കഴിഞ്ഞാൽ ഈ കഥാപാത്രത്തോട് തോന്നുന്ന എല്ലാ അനുകമ്പയും മാറിപ്പോകാവുന്നതാണ്. അല്ലെങ്കിൽ ഈ ഒരു കഥാപാത്രം നമ്മെ ചിരിപ്പിക്കാൻ നോക്കുമ്പോൾ നമുക്ക് ചിരി വരണം, അല്ലെങ്കിൽ ഒരു ഇന്റൻസ് ഇമോഷൻ അവതരിപ്പിക്കുന്ന സമയത്ത് അത് കാഴ്ചക്കാർക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വളരെയധികം പ്രയാസമാണ്. അതിൽ മിക്കി വളരെയധികം വിജയിച്ചിട്ടുമുണ്ട്. പിന്നെ കൂടുതലും കഥാപാത്രം അവരിലൂടെ തന്നെ സഞ്ചരിക്കുമ്പോൾ അവര് ബാക്കിയുള്ള ക്യാരക്ടേഴ്സുമായിട്ടുള്ള അവരുടെ എക്സ്ചേഞ്ചുകൾ, അതിലൂടെ ആ കഥ എങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നു എന്നുള്ളതും വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ചുറ്റുമുള്ള കഥാപാത്രങ്ങൾ മുഴുവൻ നിന്ന് തമാശ പറയുമ്പോൾ ഈ ഒരു കഥാപാത്രം മാത്രം ശോകമായി നിൽക്കുന്നത് അതിൽ നിന്ന് വേറിട്ട് നിൽക്കാതെ അതിനെ അവരുടെ ഇന്നർ കോൺഫ്ലിക്റ്റിലൂടെ കൊണ്ടുപോകുന്നത് അതിൽ സംവിധായകന് വിജയിച്ചിട്ടുണ്ട്, ആ കഥാപാത്രവും വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അതൊരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് കാഴ്ചക്കാർക്ക് അനുഭവപ്പെടുന്നത്. ഞാൻ ഇന്നലെ ആയിരുന്നു, വളരെ വൈകിയാണ് കോൺക്ലേവ് എന്ന് പറഞ്ഞ ചിത്രം കണ്ടത്. അതായത് അനോറയുടെ കൂടെ മത്സരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കാണാൻ തോന്നി എന്തായിരുന്നു കോൺക്ലേവിലുള്ളതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്നലെ ആ മൂവി കണ്ടത്. ആ മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായിരുന്നൊരു ഫീൽ, അല്ലെങ്കിൽ അനോറയുമായിട്ട് ഞാൻ താരതമ്യപ്പെടുത്തുമ്പോൾ, ഒരിക്കലും താരതമ്യപ്പെടുത്താൻ പറ്റില്ല, പക്ഷെ എന്നാലും അനോറ കുറച്ച് ഹോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പടം കഴിഞ്ഞിട്ട് പിന്നീടും അതിങ്ങനെ മനസ്സിൽ വിങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ കോൺക്ലേവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു കാര്യമല്ല. ആ ഐഡിയ ഒക്കെ ഇതാണ്, പക്ഷെ നമ്മൾ കണ്ടു കഴിഞ്ഞു, അത് വിടും. പക്ഷെ അതിൽ പറഞ്ഞിരിക്കുന്ന ആശയം അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അറിയാത്തൊരു കാര്യമാണ് പോപ്പിനെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ആ അകത്ത് നടക്കുന്ന പ്രക്രിയ എന്താണ്. പുറത്തറിയുന്നത് മീഡിയസിനടക്കം പറയുന്നത് ഈ വെള്ളപ്പുകയും കറുത്ത പുകയും മാത്രമായിരുന്നു. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ആ പുകകൾ തമ്മിലുള്ള ആ ഒരു വ്യത്യാസത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല. ആ ഒരു സംഭവമായിരുന്നു. അതായത് അനോറയും കോൺക്ലേവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് അർജുന് കോൺക്ലേവിനെ കുറിച്ച് പറയാനുള്ളത്? കോൺക്ലേവ് ആദ്യ കാഴ്ചയിൽ വളരെയധികം ഞെട്ടിച്ച ഒരു സിനിമയായിരുന്നു. കാരണം ഒരു പുരോഹിത രാഷ്ട്രീയം എന്നുള്ളത് ആദ്യമായിട്ടാണ് അനുഭവിക്കുന്നത്. അപ്പോ അതിനകത്ത് തമ്മിൽ മത്സരിക്കുന്ന ഈ പുരോഹിതന്മാർ അടുത്ത പോപ്പായി തിരഞ്ഞെടുക്കപ്പെടാൻ ആര് തിരഞ്ഞെടുക്കപ്പെടണം എന്നൊരു ചോദ്യം അവിടെ ഉയരുമ്പോൾ താൻ മുന്നിൽ വരാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നു. അപ്പോ ഒരു സഭയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു പുരോഹിത വർഗവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തരം തിന്മകളെയും, അതിപ്പം സെക്സ് സ്കാൻഡൽ ആയിക്കോട്ടെ, കറപ്ഷൻ ആയിക്കോട്ടെ, സെക്സിസം ആയിക്കൊള്ളട്ടെ, പെട്രിയാർക്കി ആയിക്കൊള്ളട്ടെ, ഗ്രീഡ് ആയിക്കൊള്ളട്ടെ, അങ്ങനെ എല്ലാ തരത്തിലുമുള്ള തിന്മകളും ബാക്കി മനുഷ്യരെ പോലെ ഈ പുരോഹിത വർഗത്തിനും ഉണ്ടെന്നും അത് തങ്ങൾ ഏറ്റവും ഉന്നത പുരോഹിതന്റെ സ്ഥാനത്തേക്ക് വരാൻ വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പിൽ പോലും അവരുടെ ആ ഒരു സ്വഭാവം അവിടെ കാട്ടപ്പെടുമെന്നും ഏറ്റവും ഒടുവിൽ ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ക്ലൈമാക്സിലാണ് ആ ഒരു ചിത്രം ചെന്ന് നിൽക്കുന്നത്. ആ ഒരു ചിത്രം കണ്ടതുകൊണ്ട് താങ്കൾക്ക് ഒരുപക്ഷെ അത് അറിയാമായിരിക്കും, സ്പോയിലർ ആയതുകൊണ്ട് അത് പങ്കുവെക്കുന്നില്ല. എന്നാൽ ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ക്ലൈമാക്സിലാണ് കോൺക്ലേവ് അവസാനിക്കുന്നത്. പക്ഷെ ആ ഒരു ചിത്രം അവസാനിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു യാഥാർത്ഥ്യമല്ലാത്ത ഒരു സംഭവമാണല്ലോ എന്നുള്ളൊരു ചിന്ത മനസ്സിലൂടെ
പോകുമെന്നേ ഉള്ളൂ. അല്ലാതെ അനോറയെ പോലെ സ്ട്രാൻഡഡ് ആയ ഒരു വ്യക്തിയുടെ ജീവിതം ഓർത്ത് നമ്മൾ ഒരു വിഷമം ഉണ്ടാകുന്നത് പോലെ കോൺക്ലേവിൽ നിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷെ ആ ഒരു കാഴ്ച വളരെയധികം ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതില് എല്ലാ തരത്തിലുള്ള തിന്മകളും ഒരു കാത്തലിക് സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് വിവാഹം കഴിക്കാൻ സാധിക്കാത്തതിൽ ഉണ്ടായിരിക്കാവുന്ന ആ ഒരു സെക്ഷുവൽ ഫ്രസ്ട്രേഷനിൽ തുടങ്ങി കറപ്ഷനും മറ്റനവധി തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തു പോകുന്ന കോൺക്ലേവ് മികച്ചൊരു ചലച്ചിത്രാനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ പല കാര്യങ്ങളും, അതായത് ഞാൻ ഈ മൂവി കണ്ടു കഴിഞ്ഞിട്ട് ഈ കോൺക്ലേവ് എന്നുള്ള ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴൊക്കെ തന്നെയും നമുക്കറിയാത്തൊരു കാര്യമാണ് എന്താണ് ആ അടച്ചിട്ട മുറികളിൽ അല്ലെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു കാര്യം. അത് വളരെ കൃത്യമായ രീതിയിലാണ് ആ മ്യൂസിക്കൊക്കെ ശരിക്കും ഹൗണ്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ മ്യൂസിക് ഇല്ലെങ്കിൽ ആ ചിത്രത്തിൻ്റെ ഒരു മികച്ചതാകാൻ പറ്റില്ല. അതുപോലെയാണ് ആ മ്യൂസിക് അത്രയ്ക്ക് നമ്മളെ ഇങ്ങനെ കുത്തി വലിക്കുന്നതാണ്. ആ കൃത്യമായിട്ട് രംഗങ്ങൾ അല്ലെങ്കിൽ ഓരോരോ ബിഷപ്പ്മാർക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് വളരെ അവർ തന്നെ പറയുന്നുണ്ട്. അതായത് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ ഒരു പോപ്പ് എന്നുള്ളൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു ബിഷപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ആൾ ദി പെർഫെക്റ്റ് ആയിരിക്കും എന്നുള്ളൊരു തോന്നലാണ്, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും എന്നുള്ളവരുണ്ട്. പക്ഷേ അത് എത്രത്തോളം ഫിൽറ്റർ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ ഉള്ളിലും. ഇപ്പം നമുക്കറിയാം, പ്രധാന കഥാപാത്രം പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, വിശ്വാസവുമായി ബന്ധപ്പെടുത്തി എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, പോപ്പിനടക്കം ഈ കാര്യങ്ങളുണ്ടായിരുന്നു എന്ന് പറയുന്നത്. അത് വളരെ ഒരു അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ആരും മികച്ചതല്ല അല്ലെങ്കിൽ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് എന്നുള്ളൊരു കാര്യം അല്ലേ? തീർച്ചയായിട്ടും. ആദ്യത്തെ വസ്തുത പറയുകയാണെങ്കിൽ അനോറയ്ക്കും കോൺക്ലേവിനുള്ള പൊതുവായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ സംഗീതം ഉൾപ്പെടെയുള്ള മറ്റു വിഭാഗങ്ങൾ വളരെ മികച്ച രീതിയിലാണ് ഇത് രണ്ടിലും അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം കോൺക്ലേവിലേക്ക് കടന്നു വരുമ്പോൾ കോൺക്ലേവ് തുടങ്ങിയ സമയത്ത് ആരംഭിച്ച സമയത്ത് വളരെ സ്ലോ ആയിട്ട് സഞ്ചരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പം അതില് കഥയധികം മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ നമ്മളെ പിടിച്ചിരുത്തുന്നത് ഈ ഗുണമേന്മയുള്ള സംഗീതവും അല്ലെങ്കിൽ അതിന്റെ ടെക്നിക്കൽ സൈഡുമാണ്. അതിലൂടെ മുന്നോട്ട് പോയി കുറച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ഈ ഒരു കഥയിലേക്ക് ഹുക്കാവുന്നത്. ഹുക്കായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാണുന്നത് ഈ നമ്മുടെ ചിന്തകളെല്ലാം ഇത്രയും നാളും ഇപ്പം ഈ ക്രൈസ്തവ സഭയിലുള്ളവരായിരിക്കട്ടെ അല്ലെങ്കിൽ ഈ ഒരു സഭയിലുള്ളവരായിക്കട്ടെ അല്ലാത്തവരായിക്കൊള്ളട്ടെ, എല്ലാവരും പോപ്പിനെ കാണുന്നത് സമാധാനത്തിന്റെ ഒരു ചിഹ്നമായിട്ടും അല്ലെങ്കിൽ ഏറ്റവും ഒരു ഉത്തമ പുരുഷൻ എന്നുള്ളൊരു അർത്ഥമായിട്ടാണ്. മറ്റ് പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ട് എങ്കിൽ പോലും പോപ്പിന്റെ ഒരു വാക്കിന് അത്രത്തോളം വില നമ്മുടെ സമൂഹത്തിൽ കൽപ്പിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഈ ചലച്ചിത്രത്തിലേക്ക് കടന്നു വരുമ്പോൾ അത്തരത്തിലുള്ള പുരോഹിതന്മാരിൽ തന്നെ അവരും മനുഷ്യരാണ്. മനുഷ്യരുടേതായിട്ടുള്ള എല്ലാ തിന്മകളും, ഇപ്പോൾ സാത്താന് തീർത്തും വിരുദ്ധമായിട്ടുള്ള സാത്താന്റെ ചിന്തകളിൽ നിന്നൊക്കെ അകന്നു നിൽക്കുന്ന ഒരു വിഭാഗമാണ് പുരോഹിത വിഭാഗം എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ കൂട്ടം ജനതയ്ക്ക് മുന്നിലാണ് ഈ ഒരു ചലച്ചിത്രം എടുത്തു വെക്കുന്നത്. എന്തുകൊണ്ടൊരു കോൺട്രവേഴ്സി ഉണ്ടായില്ല? ഇന്ത്യയിലായിരുന്നുവെങ്കിൽ, ഇന്ത്യയിലെ മതത്തിൽ ഏതെങ്കിലും അധിഷ്ഠിതമായിട്ടായിരുന്നുവെങ്കിൽ ഒരു ചിത്രം വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ബാൻ ചെയ്തു പോകാൻ വരെയുള്ള സാധ്യതയുണ്ട്. അപ്പോ അത്തരത്തിൽ എന്തുകൊണ്ടൊരു ബാൻ ഉണ്ടായില്ല എന്നോർത്ത് ഞാൻ അത്ഭുതപ്പെട്ടു പോയ ഒരു സിനിമ കൂടിയാണ് കോൺക്ലേവ് എന്ന് പറയുന്നത്. ഇപ്പൊ കോൺക്ലേവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പല കാര്യങ്ങളും, അതായത് നമുക്കറിയാം ഇതുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ പല കാര്യങ്ങളുമായി ബന്ധമുണ്ട്. ഇനിയും ഈ മൂവി വീണ്ടും വീണ്ടും ആളുകൾ കാണും. കാരണം അറിയാമല്ലോ, ഞാൻ പറയാതെ തന്നെ അറിയാം, അതായത് പോപ്പിന്റെ ഒരു അവസ്ഥയും അപ്പം ഇനി എന്താണ് എന്നുള്ളൊരു ചോദ്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ ഈ മൂവി ഇനിയും ആയിരിക്കും ഒരുപക്ഷെ ആളുകൾ കാണുക, തേടിപ്പിടിച്ച് കാണുക. അതെ, തീർത്തും. ഈ സിനിമയ്ക്കെതിരെ ഇനിയും നമ്മുടെ നാട്ടിൽ തന്നെ ചിലപ്പോ ഒരു വലിയ ഒരു ആരോപണമോ ഒരു പ്രതിഷേധമോ ഒക്കെ ഉണ്ടായി വരാനുള്ള സാധ്യതകളും ഉണ്ട്. കാരണം അത്രയും വലിയ ആരോപണങ്ങളാണ് ഈ ഒരു സഭയ്ക്ക് നേരെയും സഭയിലുള്ള ഏറ്റവും ഉന്നത പുരോഹിതന്മാർക്ക് നേരെയും ആരോപിച്ചിരിക്കുന്നത്. കാരണം അവർക്ക് തന്നെ കന്യാസ്ത്രീകളിൽ ഭാര്യമാരുണ്ട് എന്നും ആ കന്യാസ്ത്രീകളിൽ കുട്ടികളുണ്ട് എന്നും പറഞ്ഞു വെക്കുന്ന ആരോപണങ്ങൾ ചലച്ചിത്രത്തിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വിശ്വാസ സമൂഹം അതിനെ അത്ര സഹിഷ്ണുതയോടെ സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ ഒരു ചലച്ചിത്രം കാണാൻ പോയൊരു അനുഭവം കൂടി ഇവിടെ പങ്കുവെക്കേണ്ടതുണ്ട്. അപ്പം ഞാനിത് ഏരീസ് ഫ്ലെക്സിലാണ്, IFK-യോടനുബന്ധിച്ച് തന്നെയാണ് ഇത് കണ്ടത്. അപ്പം അവിടെ എത്തിയതെന്ന് പറഞ്ഞാൽ ഏരീസ് ഫ്ലെക്സ് ആ ഒരു സിനിമാ തിയേറ്റർ അറിയാവുന്നവർക്കറിയാം, 4 നിലകളുടെ മുകളിലാണ് OD1 ഉള്ളത്. ആ 4 നിലകളുടെ മുകളിൽ നിന്ന് താഴെ വരെ എത്തി നിൽക്കുന്ന ഒരു ക്യൂ. അപ്പം ഈ ഒരു ചലച്ചിത്രത്തിന്റെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ വായിച്ചുകൊണ്ട് അതിൽ ആകർഷകരായിട്ട് കടന്നെത്തുന്ന വലിയൊരു പറ്റം സിനിമാ പ്രേമികൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ സഹിഷ്ണുതയോടെ കാണാനുള്ള ഒരു മനസ്സുമായിട്ടായിരിക്കാം അവർ വന്നത് എന്നുകൂടി ഞാൻ കരുതുന്നുണ്ട്. അത് ആ ഒരു സഹിഷ്ണുത എല്ലാ മനുഷ്യർക്കും ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ സ്വീകരിക്കാൻ പറ്റുമെന്നുകൂടി ഞാൻ കരുതുന്നു.
അതെ, അനോറയ്ക്കൊപ്പം തന്നെ മത്സരിച്ച ചിത്രമായിരുന്നു. വളരെ മികച്ചതായിരുന്നു. അനോറയെക്കുറിച്ച് ഒന്നും കൂടെ പറയാം. അതായത് അനോറ ഇപ്പോൾ 5 അവാർഡുകൾ നേടിയിരിക്കുകയാണ്. അങ്ങനെ എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. സംവിധായകൻ തന്നെയായിരുന്നു ഈ ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. വളരെ ഒരു ഫ്ലോലെസ് ആയിട്ട് തന്നെ നമുക്ക് ആ ചിത്രം കാണുമ്പോൾ നമ്മൾ അതിൽ അങ്ങ് ഇഴചേർന്ന് പോകുക എന്നൊക്കെ പറയുമ്പോൾ ആ ഓപ്പണിംഗ് ഷോട്ട് തൊട്ട് തന്നെ ആ ഒരു മികവ് കാണിക്കുന്നുണ്ട് എഡിറ്റിങ്ങിലും. ഒരുപക്ഷെ സംവിധായകൻ തന്നെ എഡിറ്റിങ്ങും അതേപോലെ തന്നെ എഴുത്തും എല്ലാം കൂടെ ചെയ്തിരിക്കുന്ന ഒരു ചിത്രം വളരെ മികച്ചൊരു ചിത്രം തന്നെയായിരുന്നു. അതിലെങ്ങനെയായിരുന്നു അതിലെ ഓരോ സീൻസും ഷോർട്സും ഒക്കെ അർജുൻ നോക്കി കാണുന്നത്? അവാർഡ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം അവാർഡ് നേടിയ പടമുണ്ട്, അതായത് ഐ ആം സ്റ്റിൽ ഹിയർ എന്ന് പറഞ്ഞ IFFK വേദി തന്നെയായിരിക്കും അർജുനും കണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെയായിരുന്നു ആ ചിത്രത്തിന്റെ അല്ലെങ്കിൽ ആ ഫീച്ചർ ഫിലിമിന്റെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? ഈ ഒരു ഐ എം സ്റ്റിൽ ഹിയർ കാണുന്നതിന് മുമ്പ് തന്നെ ബ്രസീലിയൻ ഫിലിമാണ്. അപ്പം ബ്രസീലിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ ഈ ഒരു സിനിമയെ പറ്റി പുകഴ്ത്തി പറയുന്ന സിനിമ നിരൂപകരാണെങ്കിലും ശരി, സാധാരണക്കാരാണെങ്കിലും ശരി, അവരുടെ ഒരു പ്രൈഡ് ആയിട്ടാണ് അവര് ഈ ഒരു സിനിമയെ ഇന്റർനാഷണൽ ലെവലിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പം അനോറയ്ക്ക് പുരസ്കാരം ലഭിക്കുമ്പോൾ പോലും ഈ ബ്രസീലിയൻസ് ആയിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ ഐ ആം സ്റ്റിൽ ഹിയർ അല്ലെങ്കിൽ ഫെർണാണ്ടോ ടോറസ്, അതിനെ പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിച്ച ഫെർണാണ്ടോ ടോറസ്, അവരുടെ ആരാധകരൊക്കെ അനോറയെയും അനോറയുടെ ആ ഒരു പൊളിറ്റിക്സിനെ എല്ലാം മാറ്റി വെച്ചുകൊണ്ട് വളരെയധികം കുറ്റപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഐ ആം സ്റ്റിൽ ഹിയർ എന്ന് പറയുന്നത് വളരെ ഹൈലി പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഫിലിമാണ്. അത് റിയൽ ലൈഫ് ഇൻസിഡൻസിനെ ബേസ് ചെയ്തിട്ട് ഒരു ഡിക്റ്റേറ്റർഷിപ്പിന്റെ സമയത്ത് ഉണ്ടാകുന്ന ഒരു ഒരു ഭർത്താവിനെ പിടിച്ചുകൊണ്ടുപോവുകയും അതിനുശേഷം അവരുടെ കുടുംബം ഹൗസ് അറസ്റ്റിലാകുകയും അതിനെ തുടർന്നുണ്ടാകുന്ന ഒരു കുടുംബത്തിനകത്ത് എത്രമാത്രം വൈകാരികമായിട്ട് ഒരു 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 ഭരണകൂട ഭീകരത ഒരു കുടുംബത്തിനകത്തേക്ക് കടന്നു വരുമ്പോൾ അത് ആ കുട്ടികളെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് ഫെർണാണ്ടോ ടോറസിന്റെ വളരെ മികച്ച പ്രകടനത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സിനിമയാണ് ഐ എം സ്റ്റിൽ ഹിയർ എന്ന് പറയുന്നത്. അപ്പോ അതില് ഏറ്റവും ഒടുവിൽ വരെ പോരാടിക്കൊണ്ട് ആ ഭരണകൂടത്തെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുക, അങ്ങനെ ആ ഒരു ഭരണകൂടത്തിന്റെ തെറ്റാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു കഥാപാത്രത്തിന്റെ കഥ, ആ ഒരു യാത്ര വളരെ മനോഹരമായ രീതിയിലാണ് വന്നിട്ടുള്ളത്. ഈ അനോറയുമായിട്ട് ഒരു തരത്തിൽ നമുക്ക് ഈ കമ്പാരിസൺ സാധ്യമല്ല. കാരണം ടോട്ടലി ഡിഫറെന്റ് ആണ്. പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒന്ന് ജെൻഡർ പൊളിറ്റിക്സ് ആണെങ്കിൽ മറ്റേത് എന്താണ് ഓതോറിറ്റേറിയൻ രാഷ്ട്ര റെജീമിനെതിരെയുള്ള ഒരു പൊളിറ്റിക്സ് ആണ് പറയുന്നത്. ഒന്ന് റോം കോം ആണെങ്കിൽ മറ്റൊന്ന് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ്. അപ്പം യാതൊരു തരത്തിലും കമ്പാരിസൺ സാധ്യമാകാത്ത. അതുപോലെ തന്നെ ദ സബ്സ്റ്റൻസ് എന്ന് പറയുന്ന മറ്റൊരു ചലച്ചിത്രം കൂടിയുണ്ട്. അതും IFFK വേദിയിൽ തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതെന്ന് പറഞ്ഞാൽ ഒരു ബോഡി ഹൊറർ എന്ന് പറയുന്ന ഒരു ജോണറിൽ വരുന്ന ഒരു ഫെമിനിസ്റ്റിക് അപ്രോച്ചിൽ വരുന്ന ഒരു ഫിലിമാണ്. അപ്പം ഇതിന്റെ എല്ലാ ആരാധകർ, ഈ സബ്സ്റ്റൻസിന്റെയും ഈ ഐ എം സ്റ്റിൽ ഹിയറിന്റെയും ഒക്കെ ആരാധകർ ഇപ്പോൾ അനോറയ്ക്ക് ഒരു പുരസ്കാരം ലഭിക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. സബ്സ്റ്റൻസിന്റെ എന്താണോ സബ്സ്റ്റൻസിന്റെ എലമെന്റ് ആ ഒരു ചലച്ചിത്രത്തിൽ പറഞ്ഞു വെക്കുന്ന എസെൻസ് അത് തന്നെയാണ് ഇപ്പോൾ ഓസ്കാർ വേദിയിൽ സംഭവിച്ചിരിക്കുന്നത് എന്നൊക്കെ ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഗ്ലാമറസ് ആയിട്ടുള്ള റോളുകൾ ചെയ്യുന്ന ചലച്ചിത്രങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടിമാർക്കാണ് ഇവിടെ പുരസ്കാരം കൊടുക്കുന്നത്. അല്ലാതെ ദ സബ്സ്റ്റൻസിലെ ഡെമി മൂറിനെ പോലെയുള്ള കുറച്ച് മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഇന്റൻസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ ചെയ്യുന്ന ആളുകൾക്ക്, ഫെർണാണ്ടോ ടോറസിനെ പോലെയുള്ള ആളുകൾക്ക് പുരസ്കാരം കൊടുക്കാത്തത് ദ സബ്സ്റ്റൻസിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന ഐഡിയയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണെന്ന് പറയുന്ന ആരാധകരൊക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ മികച്ച സിനിമകളാണ്. ഇത്തവണത്തെ IFFKയുടെ ഏറ്റവും വലിയ ഒരു മികവ് എന്ന് പറയുന്നതും ഈ പറയുന്ന എല്ലാ തരത്തിലും മികച്ച സിനിമകൾ, അതും ഈ ഇന്റർനാഷണൽ ലെവലിൽ അക്ലെയിം കിട്ടിയിട്ടുള്ള ചലച്ചിത്രങ്ങളൊക്കെ തന്നെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗത്ത് നിന്ന് IFFK കാണാൻ വേണ്ടി എത്തിയ ഓരോ പ്രേക്ഷകർക്കും കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പം ഒരു വിലയിരുത്തൽ ഇത് തമ്മിൽ സാധ്യമല്ല എങ്കിൽ പോലും രണ്ടും അതിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ ഈ സബ്സ്റ്റൻസ് ഓരോ സിനിമയും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മികച്ചു നിൽക്കുന്നതാണ്. ഐ എം സ്റ്റിൽ ഹിയറിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഓടി എത്തുന്നത് ആ അവസാനത്തെ ഒരു രംഗമുണ്ട്. അതായത് അവസാനത്തെ എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പിലെ ക്ലൈമാക്സോടനുബന്ധിച്ച് ആ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സമയത്തുള്ള ഉണ്ടാകുന്ന അവരുടെ ആ സന്തോഷം. ഞാൻ കുറച്ച് മുമ്പ് വരെ ആ ഒറിജിനൽ ആ ഫോട്ടോഗ്രാഫും ആ സിനിമയിലും കൂടെ താരതമ്യം ചെയ്യായിരുന്നു. നമുക്ക് മനസ്സിലാകുന്നില്ല ഇതിൽ ഏതാണ് ഒറിജിനൽ അല്ലെങ്കിൽ ഏതാണ് സിനിമയിലെ രംഗം, റിയലിലെ രംഗം എന്ന് മനസ്സിലാവുന്നില്ല. അതുപോലെ കൃത്യതയോടെ തന്നെ അവരുടെ ആ സന്തോഷം കാണുമ്പോൾ നമുക്കൊരു റിലീഫാണ്. എന്ന് വെച്ചാൽ ആ ഭരണകൂട ഭീകരതയ്ക്കെതിരെ അല്ലെങ്കിൽ അത് മരിച്ചു, അയാൾ മരിച്ചിരിക്കുകയാണ് എന്ന് അവർ തന്നെ പറയുന്ന ആ സർട്ടിഫിക്കറ്റ് അവരെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആ രംഗം ശരിക്കും ജീവിതത്തിൽ അവർ എത്രത്തോളം ആ ഫൈറ്റിങ് അവരുടെ അല്ലെങ്കിൽ ആ സമയത്തുണ്ടായിരിക്കുന്ന ആ കുടുംബത്തിൽ, നമ്മളും ആ കുടുംബത്തിലെ ഒരു അംഗം എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലായിരുന്നു നമുക്ക് ഫീൽ ചെയ്തിരുന്നത്. എങ്ങനെയായിരുന്നു ആ രംഗത്തെയൊക്കെ അർജുൻ ഓർക്കുന്നത്?
ഒരു റിയൽ ലൈഫ് സ്റ്റോറി അത് അതേപടി ഒരു ചലച്ചിത്രമാക്കുമ്പോൾ സംഭവിക്കുന്ന പല പ്രയാസങ്ങളുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും നമുക്ക് ചലച്ചിത്രത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയില്ല. ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഏറിപ്പോയാൽ ഒരു 2.25 മണിക്കൂറിനകത്ത് ഇവരുടെ ജീവിതം, ഇവരനുഭവിച്ച ഈ ഭീകരത, തീവ്രത, ഇന്റൻസ് ഇമോഷൻ, അവന് അനുഭവിച്ച ഭയം, ഒരു ഡിക്റ്റേറ്റർഷിപ്പ് റെജീമിനകത്ത് ഇവരെന്തൊക്കെ തരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിച്ചു എന്നുള്ളത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നവയായിരിക്കാം. അതെല്ലാം ഒന്നും കാണിക്കാനുള്ള സമയത്തിനുള്ള ഒരു ലക്ഷറി സിനിമയ്ക്കോ സംവിധായകനോ ലഭിക്കാറില്ല. അവിടെ വളരെ കൺസൈസ് ആയിട്ട് ക്രിസ്പായിട്ട് ഓരോ 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 ചാപ്റ്റേഴ്സ് ആയിട്ട് അതിനെ എടുത്തു വെക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഐ എം സ്റ്റിൽ ഹിയറിന്റെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത്. ആദ്യം തുടക്കം മുതൽ എങ്ങനെ അവരൊരു അതോറിറ്റേറിയൻ റെജീമിനകത്താണ്, അതിനുശേഷം അവിടെ ഉണ്ടാകുന്ന ആ വീടിനകത്ത് എങ്ങനെ ഒരു വീടിനകത്ത് നിന്നുകൊണ്ട് ആ വീട്ടിലെ പിതാവിനെ പിടിച്ചുകൊണ്ട് പോകുന്ന ഇടത്തു നിന്ന് ബാക്കിയുള്ളവർ അനുഭവിക്കുന്ന ഒരു ഭയം, ആ ഭയത്തിന്റെ തീവ്രത കാണുന്ന കാഴ്ചക്കാരിലേക്ക് കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് കൺവേ ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് അവസാനം അവരുടെ പോരാട്ടം വിജയിക്കുമ്പോൾ അവരുടെ സന്തോഷത്തോടൊപ്പം ചേർന്നുകൊണ്ട് കാഴ്ചക്കാർ കൈയടിക്കുന്നത്. അങ്ങനെ കൈയടിപ്പിക്കാൻ സംവിധായകന് സാധിച്ചു. അത് തന്നെയാണ് ഐ എം സ്റ്റിൽ ഹിയറിന്റെ ഒരു വലിയ വിജയം എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് റെജീമിനെതിരെ ഒരു സിനിമ എടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഗ്ലോബൽ പൊളിറ്റിക്സ്, ഇപ്പോഴാണെങ്കിലും ഒരു ഡിക്റ്റേറ്റർഷിപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യമുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മുടെ രാജ്യത്ത് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഡിക്റ്ററ്റോറിയൽ ആയിട്ടുള്ള ഇൻസ്റ്റൻസസ് ഉണ്ടാകുമ്പോൾ അതിന് ആ ഒരു സിനിമ നമ്മളെ പ്രേരിപ്പിക്കും. ഈ സംഭവങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മൾ ഒരു ഡിക്റ്ററ്റോറിയൽ റെജീമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. അപ്പം ആ ഒരു ഫീലിംഗ് ഒരു കാഴ്ചക്കാരന് കൊടുക്കുക, ഒരു പൊളിറ്റിക്സ് സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു ബയോഗ്രഫി, ഒരു ബയോപിക്കിന് സാധിക്കേണ്ട ഒരു കാര്യമാണ്. വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. അവസാന രംഗങ്ങളിലാണ് സിനിമ വലിയ കയ്യടികൾ നേടിയെടുക്കുന്നത്. കാരണം അവരുടെ വളരെ പ്രായമായ ഒരു സെൽഫിനെയാണ് നമ്മൾ കാണുന്നത്, വളരെ പ്രായമായ മൂകമായ ഒരു സെൽഫിനെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ, ഈ ഒരു സർട്ടിഫിക്കറ്റ് അവർക്ക് ലഭിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ഭാവ വ്യത്യാസം അത് തന്നെയാണ് കാണികളെ കൈയടിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. വളരെ നന്ദിയുണ്ട് അർജുൻ അങ്ങനെ സിനിമയെക്കുറിച്ച് സംസാരിച്ചതിന്. അനോറ അങ്ങനെ പുരസ്കാരങ്ങൾ വാരിക്കൊണ്ടിരിക്കുകയാണ്. മികച്ച ചിത്രം, സംവിധാനം, എഡിറ്റിംഗ്, ഒറിജിനൽ തിരക്കഥ, മികച്ച നടി എന്നിവ ഉൾപ്പെടെ 5ഓളം പുരസ്കാരങ്ങൾ നേറി അനോറ മുന്നേറിയിരിക്കുകയാണ്. ഇനിയും ചിത്രം കാണാത്തവരൊക്കെ തന്നെ അനോറ തേടിപ്പിടിച്ച് കാണുക. വളരെ നല്ലൊരു ദൃശ്യ അനുഭവമായിരിക്കും. വളരെ കുറച്ച് നാൾ നമ്മളിങ്ങനെ ഹൗണ്ട് ചെയ്യുന്ന ഒരു ചിത്രം തന്നെയാണ് അനോറ. ഏതായാലും വളരെ നന്ദിയുണ്ട്. താങ്ക് യു വെരി മച്ച്.